സഖറിയ പ്രവചനം 1-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യം. ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളെന്ന് ഉത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്ത് ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു ഇവ. ഇവരോ യഹൂദ ദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രധാന വാക്കാണ് ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ. തല ഉയർത്തി നോക്കിയപ്പോൾ താൻ കണ്ടത് 4 കൊമ്പുകളാണ് കണ്ടത്. ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന ഉത്തരം പറഞ്ഞു. യഹൂദയെയും ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ എനിക്ക് 4 കൊല്ലന്മാരെ കാണിച്ചു തന്നു. ഇവർ എന്തു ചെയ്യുവാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു അവ. നീ മുമ്പ് കണ്ട 4 കൊമ്പുകൾ ആരും തല ഉയർത്താതെ വണ്ണം യഹൂദയെ ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളാകുന്നു. ഇവരോ യഹൂദദേശത്തെ ചിതറിച്ചു കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു പറയും. ഈ 4 കൊമ്പുകൾ 4 സാമ്രാജ്യ ശക്തികളാണ്. ഈ 4 സാമ്രാജ്യ ശക്തികൾ യെരുശലേമിനെയും ഇസ്രായേലിനെയും, അല്ലെങ്കിൽ യഹൂദയെ ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിപ്പിച്ചു കളയുന്ന കൊമ്പുകളാണ്. ഇതെന്തിന് ചിതറിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല, തല ഉയർത്താതിരിപ്പാൻ, ആരും തല ഉയർത്താതിരിപ്പാൻ ചിതറിച്ചു കളയുന്ന കൊമ്പുകളെന്ന് നമ്മളവിടെ വായിച്ചു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അപ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ, ഞാൻ ആ ഭാഗമല്ല സംസാരിക്കാൻ പോകുന്നത്, ഏത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ഏത് വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, സ്വർഗത്തിലെ ദൈവം അതിനൊരു പരിഹാരം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. പരിഹാരമില്ലാതെ ദൈവം ദൈവജനത്തെ ഒരു സ്ഥലത്തും കൊണ്ട് നിർത്തത്തില്ല. അത് ചെങ്കടലിന്റെ മുമ്പിലായാലും യോർദാന്റെ മുമ്പിലായാലും ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ചില പരിഹാരങ്ങളുണ്ട്, വ്യക്തമാണത്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? അപ്പൊ ഇന്ന് പകൽ നമ്മൾ ഏതൊക്കെ പ്രതിസന്ധിയിൽ കൂടെയാ കടന്നു പോകുന്നത്, ഏതൊക്കെ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം പോലെ വലിയ വിഷയമായി നമ്മുടെ മുമ്പിൽ നിന്നാലും ദൈവം അതിനെ സമഭൂമിയാക്കാൻ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഉള്ള പ്രശ്നത്തെ ദൈവം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളെ ആ സ്പോട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ദൈവം അറിയാതല്ല ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത്. മനസ്സിന്റെ വിചാരങ്ങൾ പോലും ദൈവം അറിയുന്നുണ്ട്. നമ്മൾ വിടുന്ന വേദനയോട് വിടുന്ന ദീർഘശ്വാസം പോലും അതിൻ്റെ ട്യൂണ് അത് അറിഞ്ഞ് അതെന്താണെന്നും എന്തിൽ നിന്നും വന്നതാണെന്നും മറ്റുള്ളവർക്കറിയില്ലെങ്കിൽ കർത്താവ് അത് അറിയുന്നുണ്ട്. നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീര് അത് എന്ത് നിമിത്തം ഒഴുകിയെന്ന് മനുഷ്യർക്കറിയത്തില്ലെങ്കിലും ആ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ചിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അങ്ങനെ 4 കൊമ്പുകൾ തല ഉയർത്തി നിൽക്കുമ്പോൾ ആ കൊമ്പുകളെ താഴെയിടാൻ 4 കൊല്ലന്മാരെ ദൈവമോടാക്കി വെച്ചിരിക്കുകയാണ്. എത്ര വലിയ സാമ്രാജ്യ ശക്തികളായാലും, എത്ര വലിയ സാമ്രാജ്യ ശക്തികളെ യെരുശലേമിനെ തകർത്തെന്ന് പറഞ്ഞാലും, ആലയം നശിപ്പിച്ചെന്ന് പറഞ്ഞാലും, പിതാക്കന്മാരുടെ കല്ലറകൾ ശൂന്യമാക്കിയെന്ന് പറഞ്ഞാലും, യെരുശലേമിന്റെ മതിലുകൾ ഇടിച്ചെന്ന് പറഞ്ഞാലും, ജനത്തെ ബന്ധിച്ചുകൊണ്ട് പോയത് എത്ര വലിയ സാമ്രാജ്യ ശക്തികളായാലും, ദൈവം നിയോഗിച്ച, ദൈവം അഭിഷേകമുള്ള ചില കൊല്ലന്മാർ മതി അതിന് നിലംപതിപ്പിക്കാനെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ദൈവം നിയോഗിച്ച ചില കൊല്ലന്മാരുണ്ടെങ്കിൽ, ദൈവീയ അഭിഷേകമുള്ള കൊല്ലന്മാരുണ്ടെങ്കിൽ നിനക്ക് ആരോഗ്യം കാണുകയില്ലായിരിക്കാം, ഒരു പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലായിരിക്കാം,
പക്ഷേ ആത്മമണ്ഡലത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നീ കിടക്കയിൽ കിടന്നുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന സർവ പർവ്വതങ്ങളും നിലംപതിക്കും, സർവ കൊമ്പുകളും നിലംപതിക്കും. 4 സാമ്രാജ്യ ശക്തികളെ നിലത്തിടാൻ 4 കൊല്ലന്മാർ. ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ ഒരു അഭിഷേകമുള്ള കൊല്ലൻ മതി. പ്രൈസ് ദി ലോർഡ്. കൊല്ലൻ എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. രൂപപ്പെടുത്തിയെടുക്കുന്നവർ. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥന കൊണ്ട് തീരുന്നവരെയല്ല, ഒരു ഉപവാസ പ്രാർത്ഥന കൊണ്ട് വിഷയത്തെ നിർത്തുന്നവരെയല്ല, പ്രാർത്ഥിക്കുന്ന വിഷയം രൂപപ്പെട്ടു വരുന്നത് വരെ പിന്നിൽ നിന്ന് പോരാടുന്നവരാണ് കൊല്ലന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഒരു കൊല്ലൻ മതി ഒരു സാമ്രാജ്യത്തെ താഴെ ഇടാൻ പറ്റുമെങ്കിൽ. ഇന്ന് പകൽ നമ്മുടെ മേൽ സ്വർഗത്തിൽ ദൈവ അഭിഷേകം പകർന്നിട്ടുണ്ട്. സഹോദര, നിന്റെ മേൽ ദൈവ അഭിഷേകം പകർന്നിട്ടുണ്ട്. സഹോദരി, നിന്റെ മേൽ ദൈവ അഭിഷേകം പകർന്നിട്ടുണ്ട്. ആ അഭിഷേകം ഇന്ന് പകൽ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഭാവിക്കെതിരെ, കുടുംബത്തിനെതിരെ, ജീവിതത്തിനെതിരെ തല ഉയർത്തി നിൽക്കുന്ന കൊമ്പുകൾ നിലംപതിക്കുമെന്ന് ആത്മാവിൽ ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്. എത്ര പേർ ഏറ്റെടുക്കാൻ ഒരുക്കമുണ്ട്? അവർക്കായി സ്തോത്രം ചെയ്യുക. നാളുകളായി, വർഷങ്ങളായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന കൊമ്പുകളെ ആത്മാവിൽ നിലംപതിപ്പിക്കാൻ ഇന്ന് പകൽ എത്ര പേർ ഒരുക്കപ്പെടുന്നു? നിന്റെ ഭാവിക്കെതിരെ ഉയർന്നിരിക്കുന്ന കൊമ്പുകള്, നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ ഉയർന്നിരിക്കുന്ന കൊമ്പുകള് ഒരിക്കലും തല ഉയരാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളി മുഴക്കി ഉയർന്നിരിക്കുന്ന കൊമ്പുകള് ഇന്ന് പകൽ ആത്മാവെ വിളിച്ചു പറയട്ടെ. ഒരു കൊല്ലൻ, അഭിഷേകമുള്ള ഒരു കൊല്ലനെ പോലെ ഇന്ന് പകൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അക്ഷരീയമായി ബലപ്പെട്ടു വരും. 430 സംവത്സരത്തെ അടിമുഖത്തെ തകർക്കാൻ ഒത്തിരി ജനമൊന്നുമില്ലായിരുന്നു. ദൈവം വിളിച്ചിറക്കിയ ഒരു മോശ മാത്രം മതിയായിരുന്നു. എലീശാ പ്രവാചകൻ വാക്ക് പറഞ്ഞു, ശമരിയുടെ പടിവാതിക്കൽ 24 മണിക്കൂറിനകം, നാളെ ഈ നേരത്ത് ശേക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കേലിന് 2 സെയ യവവും വിൽക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന് നിവർത്തി വെളിപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ചത് ഉന്നതന്മാരെയല്ല, 4 കുഷ്ഠരോഗികളെ സ്വർഗത്തിലെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽ നീ ആരാണെന്നുള്ളത് ദൈവത്തിന് പ്രശ്നമല്ല. നിന്റെ ക്വാളിഫിക്കേഷൻ എന്തെന്ന് ദൈവത്തിന് പ്രശ്നമല്ല. നീ ഏത് പദവിയിൽ ഇരിക്കുന്ന ദൈവത്തിന് പ്രശ്നമല്ല. ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, ദൈവം നിയോഗിക്കുന്ന ഒരു കുഷ്ഠരോഗിയായി മാറിയാൽ ചില ദേശത്തെ ക്ഷാമങ്ങളെ ദൈവം നിർത്തും. 4 പേർ ശമരിയിൽ നിന്ന് യാത്ര ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആരാമ്യ സൈന്യത്തെ കേൾപ്പിച്ചത് രഥങ്ങളുടെയും കുതിരകളുടെയും ശബ്ദമായിരുന്നെങ്കിൽ, ശത്രു രാജാക്കന്മാരുടെ ശബ്ദമായിരുന്നെങ്കിൽ, ഇന്ന് പകൽ നമ്മളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ, നമ്മളൊന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്താൽ, ശത്രു പാളയത്തിൽ കേൾക്കുന്ന നിന്റെ പ്രഷറും ഷുഗറും ബാധിച്ച ശബ്ദമല്ല കേൾക്കുന്നത് കേട്ടോ. രഥത്തിന്റെ ശബ്ദങ്ങളെ കേൾപ്പിക്കും, കുതിരകളുടെ ശബ്ദങ്ങളെ കേൾപ്പിക്കും, ശത്രു രാജ സൈന്യത്തിന്റെ ശബ്ദങ്ങളെ കേൾപ്പിക്കും. നമുക്കെതിരെ ആലോചന കഴിക്കുന്ന പാതാള ഗോപുരത്തിന്റെ ശക്തികൾ, അതിനെ തകർക്കാനുള്ള കൊല്ലന്റെ അഭിഷേകം നമ്മുടെ മേലുണ്ട്. ഞാൻ തല ഉയർത്തി നോക്കിയപ്പോൾ എന്ന വാക്കിൽ ആണ് ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം യെരിഹോവിന് സമീപം പാളയമടിച്ചിരിക്കുക. ചില ദിവസങ്ങളായി, ചില ആഴ്ചകളായി, ചില മാസങ്ങളായി അവിടെ കിടക്കുകയാണ്. ഹല്ലേലൂയ. ചില നാളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇവർ വിതച്ചത് അവർ കൊയ്തെടുത്ത് അത് അവർ അനുഭവിച്ചു എന്നുള്ളതാണ്. യെരിഹോ ഇവര് നിമിത്തം അത് അടച്ച് ഉറപ്പാക്കി വെച്ചിരിക്കുകയാണ്. ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല, ഒരു മനുഷ്യനും ചെല്ലുവാൻ കഴിയില്ല, ക്രയവിക്രയങ്ങളൊന്നും നടക്കുകയില്ല. പക്ഷേ ഇവിടെ പാളയമടിച്ചിരിക്കുന്ന ജനം അവർ കൃഷി ചെയ്ത് ഉപജീവനം കഴിച്ച് അവർ മുമ്പോട്ട് പോകുക. യോശുവ വെയിറ്റ് ചെയ്യുന്ന എന്തിനെന്നറിയാമോ? ദൈവത്തിന്റെ ആലോചനയ്ക്ക് വെയിറ്റ് ചെയ്യുകയാണ്. ഇന്ന് പകൽ പറയട്ടെ, നാളുകൾ നീണ്ടുപോയാലും ദിവസങ്ങൾ നീണ്ടുപോയാലും സ്വയബുദ്ധിയിൽ കയറി പ്രവർത്തിക്കരുത്. ദൈവമായി ഇതുവരെ കൊണ്ടുവന്നെങ്കിൽ ഇനിയും കൊണ്ടുപോകുന്ന ദൈവമായിരിക്കണം.
ചിന്തിക്കണം. ഇതുവരെ ആ ദൈവമാ സംസാരിച്ച് വഴി നടത്തിയെങ്കിൽ ഇതിന്റെ അവസാനം വരെ ദൈവം സംസാരിച്ച് വഴി നടത്താൻ എത്ര പേർ ദൈവത്തിൽ ഏൽപ്പിക്കപ്പെടും. അവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. യോർദാനൊക്കെ കടന്നല്ലോ, ഇനിയും വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇഷ്ടമുള്ളതുപോലെ പോകരുത് കേട്ടോ. യോർദാന്റെ അപ്പുറത്താണ് പോരാട്ടം ശക്തമാകുന്നത്. വാഗ്ദത്ത ദേശത്താണ് പോരാട്ടം ശക്തമാകുന്നത്. അവിടെയാണ് വലിയ യെരിഹോ മതിലുകൾ നിൽക്കുന്നത്. അതിനു മുമ്പ് ആരും അനുഭവിച്ചിട്ടില്ല, മോശെ അനുഭവിച്ചിട്ടില്ല. യോർദാൻ കടന്നു കഴിഞ്ഞ് വാഗ്ദത്ത ദേശത്ത് കാലി വെച്ചപ്പോഴാണ് വലിയ യെരിഹോ മതിലുകൾ അവർ ഫേസ് ചെയ്യേണ്ടി വന്നത്. യോർദാന് മുമ്പ് വരെ വഴി നടത്തിയ ദൈവം, യോർദാന്റെ മുമ്പ് വരെ ദൈവശബ്ദം കേൾപ്പിച്ച ദൈവം യെരിഹോവിന്റെ മുമ്പിലും ദൈവശബ്ദം കേൾപ്പിക്കുമെന്ന് ഉറപ്പോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഈ പകൽ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ്. യോർദാൻ കടന്നെന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടെന്ന് ചിന്തിക്കരുത്. കനാൻ ദേശത്ത് കാല് ചവിട്ടി എന്ന് വിചാരിച്ച് രക്ഷപ്പെട്ട് ചിന്തിക്കരുത്. ഇനി നിന്റെ സ്റ്റെപ്പുകൾ ജാഗ്രതയോടെ ആകണം. കാര്യമെന്നറിയാമോ? ഇതുവരെയും ഇല്ലാത്ത പോരാട്ടമാണ് ഇനി വെളിപ്പെടാൻ പോകുന്നത്. എന്ത് പോരാട്ടമെന്നറിയാമോ? യെരിഹോ മതിൽ നിന്റെ മുമ്പിൽ ആർക്കും കീഴടക്കാൻ കഴിയാത്ത തരത്തിൽ ഉയർന്നു നിൽക്കുക. നമ്മൾ ഈ പാലം കടക്കുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ പോയി പാലം കടന്നു കഴിഞ്ഞപ്പം പ്രാർത്ഥനയും വേണ്ട, ആരാധനയും വേണ്ട എന്നായിത്തീരരുത്. ഒരു ഞായറാഴ്ച ആരാധന കൊണ്ട് എൻ്റെ ആത്മീയ ജീവിതം തൃപ്തിയായെന്ന് ആരും ചിന്തിക്കരുത്. ഒരു ഞായറാഴ്ചത്തെ കൂട്ടായ്മ കൊണ്ട് ഒരുവന്റെ ആത്മീയ ജീവിതം സക്സസ് ആയി പോകില്ല. വീട്ടിൽ ആരാധന മുടക്കി വീട്ടിലിരുന്നാൽ അതുകൊണ്ട് യാതൊരു ഫലമില്ല. ഒരു തീക്കനൽ ഒറ്റയ്ക്ക് കിടന്നാൽ അത് കത്തുകയില്ല. കൂട്ടായ്മ ആചരിക്കുക. ആരാധനയും പ്രാർത്ഥനയും മുടക്കി വീടുകളിൽ ഇരിക്കരുത്. നിങ്ങൾ സമയം ഉണ്ടാകുമ്പോഴല്ല ദൈവത്തെ സേവിക്കേണ്ടത്, സമയം ഉണ്ടാക്കി ദൈവത്തെ സേവിക്കണം. നീ വേദനയുണ്ടോ? വേദനയോട് വാ. സൗഖ്യമാക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. രോഗത്തിന്റെ പേര് പറഞ്ഞ് ഇരിക്കുന്ന നല്ലതാ, വേദനയുടെ പേര് പറഞ്ഞിരിക്കുന്ന നല്ലതാ, എല്ലാം നല്ലതാ പ്രിയരെ. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് പറയാം. ഇത്രയും ദൈവത്തിനെ നിന്നിട്ട് ഞാൻ ഇന്ന് പകലും പോരാട്ടത്തിലാ പോകുന്നെങ്കിൽ ഇന്ന് പകൽ ഓർക്കട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങൾ കൂട്ടായ്മകൾ മുടക്കരുത്. ഇതുവരെ നടത്തിയത് ദൈവമാണ്. യോർദാൻ കടത്തിയത് ദൈവമാണെങ്കിൽ യെരിഹോ എത്ര ശക്തമായി നിന്നാലും അവിടെ ദൈവത്തിന്റെ ആലോചനയുണ്ട്. ദൈവാലോചന കേട്ട് പോകുന്നെങ്കിൽ അങ്ങനെ പോയാൽ ശൂന്യതയുടെ നടുവിൽ സൃഷ്ടിച്ചു തരാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അടഞ്ഞ വാതിലുകൾ തുറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഇത് പകൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറന്നു തരാൻ കഴിവുള്ള ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം. യോശുവ ദൈവാലോചനയ്ക്ക് വെയിറ്റ് ചെയ്യുക. താനിങ്ങനെ കണ്ട ഒരു തന്റെ മുമ്പിൽ ഒരാള് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നത് കണ്ടു. അവിടോട്ട് ചെന്നിട്ട് ചോദിച്ചു, നീ ശത്രുപക്ഷക്കാരനോ ഞങ്ങളുടെ പക്ഷക്കാരനോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ശത്രുപക്ഷക്കാരനുമല്ല നിങ്ങളുടെ പക്ഷക്കാരനുമല്ല, യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഞാൻ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയെന്ന് യോശുവയ്ക്ക് മനസ്സിലായപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വെറുതെ ഇറങ്ങുന്നതല്ല, എന്നോട് സംസാരിക്കാൻ വന്നതാന്ന് യോശുവയ്ക്ക് മനസ്സിലായി. വന്നു വീണു. എന്നോടുള്ള അരുളപ്പാട് അറിയിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിലെ ചെരിപ്പടിച്ചു കളക. വലിയ വലിയ വിടുതലുകൾക്ക് തടസ്സം എന്തെന്നറിയാവോ? നമ്മുടെ ചെറിയ ചെറിയ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ചെരുപ്പുകള്. നമ്മൾ അറിയാതെ നമ്മളിൽ കിടക്കുന്ന ദൈവികമല്ലാത്ത, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ചില ചെരുപ്പുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ വന്നിരിക്കുന്ന ചെരുപ്പുകൾ, അതിനെ നമ്മൾ അഴിച്ചു കളയുമ്പോഴാണ് വലിയ യെരിഹോ മതിൽ നമ്മുടെ മുമ്പിൽ താഴെ വീഴുന്നത്. വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്നത്. ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ
ചെറിയ കാര്യങ്ങൾ പോലും ദൈവം നമ്മളെ ഓർപ്പിക്കുമ്പോൾ അത് എടുത്തു കളയണം. ഇന്ന് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്രയോ പേരുടെ അകത്തതുണ്ട്. അത് ദൈവപ്രവർത്തിക്ക് തടസ്സമാ, ദൈവഹിതത്തിന് തടസ്സമാ, എൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് അത് തടസ്സമാണെന്ന് ആത്മാവ് പറയുമ്പോൾ അത് തടസ്സമായതുകൊണ്ടാണ് ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എടുത്തു കളയുമ്പോഴേ മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് ദൈവം പറയുള്ളൂ. നമ്മൾ ഭയപ്പെട്ടു നിൽക്കുന്ന വമ്പൻ മതിലുകൾ, വമ്പൻ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിലത്ത് വീഴുന്നത് നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ ചെറിയ 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 എരിഹോ മതിലുകളുടെ, വലിയ എരിഹോ മതിലുകളുടെ മുമ്പിൽ ചെറിയ ചെരുപ്പുകൾ അതിന് കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യോശുവ തലയുയർത്തി നോക്കിയപ്പോൾ അവന്റെ ജീവിതത്തിലെ കുറവ് അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ദൈവം അവനോട് ഇടപെട്ടു. അവൻ ശ്രദ്ധിക്കാതിരുന്നത് ദൈവം അവനോട് ഇടപെട്ടവൻ ശ്രദ്ധിച്ചു. അബ്രഹാം തല ഉയർത്തി നോക്കി. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം മെമ്രയുടെ തോപ്പിൽ ദൈവം അവന് പ്രത്യക്ഷമായപ്പോൾ അബ്രഹാം തല ഉയർത്തി നോക്കി. ആ ദൈവത്തെ അവൻ സ്വീകരിച്ചു കൊണ്ടുവന്നു. ദൈവം അവനിൽ തൃപ്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ചോദിക്കുകയാണ്, നിന്റെ ഭാര്യ സാറ എവിടെ? അടുത്ത വർഷം ഈ സമയത്ത് ദൈവം ഒരു തലമുറയെ തരും. അവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? അസാധ്യതകൾ എന്തൊക്കെ നമുക്ക് തോന്നിയാലും നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. 10-25 വർഷമായിട്ട് ദൈവദൂത് കേട്ടുകൊണ്ടിരിക്കുക അബ്രഹാം. തലമുറ സംബന്ധിച്ച് ദൈവദൂത് കേട്ടുകൊണ്ടിരിക്കുക. നിന്റെ തലമുറയിലെ ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണതരി പോലെയും നിന്റെ തലമുറകളെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ അത് പ്രാപിക്കാനുള്ള തലമുറ അവിടെ ഇല്ല. ദൈവാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെട്ട ഒരു ദൂത് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ദൂത്. ആ ദൂത് ഇങ്ങനെ പറയും, നാളുകളായി തലമുറകൾ സംബന്ധിച്ച് കേട്ടിരുന്ന ദൈവദൂതിന്റെ നിവർത്തി സ്വർഗത്തിലെ ദൈവം ഒരുക്കുവാൻ പോകുകയാ. ഇനി സമയങ്ങൾ നീണ്ടുപോകയില്ല. എത്ര പേർ പ്രാർത്ഥിക്കാൻ പോയ തലമുറകൾക്ക് വേണ്ടി? ഇനി സമയങ്ങൾ നീണ്ടുപോകയില്ല, കാലങ്ങൾ നീണ്ടുപോകയില്ല. നിന്റെ തലമുറയുടെ സമയത്തെ നീട്ടിക്കൊണ്ടു പോകുന്ന സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങളും ഇന്ന് പകൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. തലമുറകളുടെ ഭാവിക്കെതിരെ ദൈവം പറഞ്ഞ ദൈവിക പദ്ധതിയെ ഇല്ലാതാക്കുവാൻ പദ്ധതി ഇട്ട് ചലിക്കുന്ന സകലതും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ തകർന്ന് മാറട്ടെ. ജയമടയ്ക്കുകയാ. എന്റെ തലമുറയുടെ ഭാവിയുടെ തലങ്ങൾ ഇനി നീണ്ടു പോകയില്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? 2025 ജൂലൈ മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് മകൾ ദൈവാത്മാവ് വിളിച്ചു പറയുകയാണ്, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ തലമുറയുടെ നീണ്ടുപോയ സമയങ്ങളെ സ്വർഗത്തിലെ ദൈവം അവൻ തിരികെ തരാൻ പോകുക. വാഗ്ദത്തം കേട്ട് 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 അബ്രഹാം പോയി. അവസാനം പറഞ്ഞില്ലേ, ഇസ്മായിൽ മതി, ഇനി വേണ്ട എന്ന് പറയിക്കത്തക്ക തരത്തിൽ അവന്റെ വാഗ്ദത്തത്തിന്റെ കാലങ്ങൾ തലമുറ സംബന്ധിച്ച് നീണ്ടുപോയപ്പോൾ ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൽ നമ്മളെ കൂട്ടിവരുത്തിയിരിക്കുന്നത് നമ്മുടെ തലമുറയുടെ സമയത്തെ നീട്ടിവിടുന്ന അന്ധകാര ശക്തി ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ തലമുറയുടെ ഭാവിയെ തടഞ്ഞു നിർത്തുന്ന ദൈവക്രിയ ഇന്ന് പകൽ വെളിപ്പെടുവാൻ എത്ര പേർ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മാതാവേ, പിതാവേ, നിന്റെ തലമുറയുടെ ഭാവി നീണ്ടുപോകയില്ല. ഈ 2025 അവസാനിക്കുന്നതിന് മുമ്പ് ഈ ദൂത് കാതിൽ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ദൂത് ഹൃദയത്തിൽ പതിയുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ തലമുറകളെ സംബന്ധിച്ച് ഒരു റിസൾട്ട് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വരും. നിന്റെ തലമുറ സംബന്ധിച്ച് 2025 അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ ഭവനത്തിനകത്തളത്തിൽ ഒരു റിസൾട്ട് വെളിപ്പെട്ടു വരും. നീ 25 വർഷമായി കാത്തിരിക്കുന്ന നിന്റെ തലമുറയുടെ റിസൾട്ട് നിന്റെ തലമുറ സംബന്ധിച്ചുള്ള ഭാവി തലങ്ങളെ ദൈവം ഇന്ന് പകൽ ഈ ദൂതിന്റെ മുമ്പാകെ ദൈവം ഒരു വിടുതലയ്ക്കുകയാണ്.
പ്രിയ കുഞ്ഞ്, നിന്റെ ഭാവി നീണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഭാവി നീണ്ടുപോകാൻ അനുവദിക്കത്തില്ല. മാതാവേ, പിതാവേ, നിന്റെ സന്തതി വാഗ്ദത്ത സന്തതിയാകയാൽ, നിന്റെ സന്തതി വാഗ്ദത്ത സന്തതിയാകയാൽ അതിന്റെ സമയം നീണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ പ്രാർത്ഥിച്ചു നേടിയ, നീ ഉപവസിച്ചു നേടിയ നിന്റെ തലമുറയുടെ ഭാവിയെ നീട്ടിവിടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ഇതിന്റെ നടുവേ ദൈവ ജനത്തിന് വേണ്ടി ഇറങ്ങി വന്നിരിക്കുക. ദൈവം ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആത്മാവിൽ എത്ര പേർ കാണുന്നു, എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ഇന്ന് പകലെ തോത് കേൾക്കുമ്പോ നിന്റെ ആകത്തളങ്ങളിൽ അത് സ്പർശിക്കുന്നെങ്കിൽ ഓർക്കട്ടെ, സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. മാതാവേ, പിതാവേ, ഇന്ന് പകല് നീ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം അബ്രഹാം അനുഭവിച്ചതുപോലെ, സാറി അനുഭവിച്ചതുപോലെ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകല് തലമുറകൾ സംബന്ധിച്ചുള്ള ചില വഴികളെ പിടിച്ചു നിർത്തുന്നതാ തലമുറകൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കി കൊടുക്കുന്ന സമയമാ. ഏറ്റെടുക്കുന്നവർക്കായി ഈ പകൽ ദൈവത്തെ സ്തുതിക്കുകയാ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കണ്ട. അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ സ്നേഹിക്കുന്ന എൻ്റെ മകൻ ഏകജാതനായവനെ ഞാൻ കാണിക്കുന്ന ദേശത്ത്, ഞാൻ കാണിക്കുന്ന മലയിൽ ഈ യാഗം കഴിക്കാൻ പറഞ്ഞു. മോറിയ എന്ന ദേശം വലിയ മലകളുടെ ദേശമാണ്. എവിടെങ്കിലും യാഗം കഴിക്കണമെന്നല്ല ദൈവം പറഞ്ഞത്, ദൈവം കാണിക്കുന്ന സ്ഥലത്ത് യാഗം കഴിക്കണമെന്ന്. നമ്മളത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇഷ്ടംപോലെ സഭകൾ ദേശത്തുണ്ട്. പക്ഷെ ഏത് സഭയിലാണ് നിനക്ക് വേണ്ടി ദൈവപൈതലെ ദൈവം തന്നിരിക്കുന്നത്? അവിടെ യാഗം കഴിച്ചാലേ കരുതിയിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. എവിടെങ്കിലും പോയി ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി യാഗം കഴിച്ചു കഴിഞ്ഞാൽ തലമുറ സംബന്ധിച്ച് കാര്യങ്ങൾ നടക്കുകയില്ലെന്ന്. ഹന്ന കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഇടപെട്ടതാണല്ലോ. ഹന്ന ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ തലമുറയുടെ വിഷയത്തിന് മേൽ ദൈവം പ്രവർത്തിക്കുവാനിടയായി. അവിടെ വ്യസനത്തെ ദൈവം മാറ്റി, അവിടെ മുഷിച്ചിലിനെ ദൈവം മാറ്റി. ദൈവം കാണിക്കുന്ന മലയിൽ വേണം ആരാധന നടത്താൻ. ഞാനൊരു പാസ്റ്റർ, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി പ്രവർത്തിക്കാൻ പറ്റില്ലേ? ഇഷ്ടമുള്ള രാജ്യത്ത് എനിക്ക് പാസ്റ്ററായിട്ടിരിക്കാൻ പറ്റില്ലേ? എന്താ പത്തനംതിട്ട നിൽക്കുന്നറിയാമോ? ഇവിടെയാ ദൈവം നിർത്തിയിരിക്കുന്നത്. എവിടെങ്കിലും പോകാനല്ല, എവിടെങ്കിലും പ്രവർത്തിക്കാനല്ല, ഇവിടെ ആ തമ്പുരാൻ എന്നെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ദൈവസന്നിധി നിൽക്കുന്നത്. വെല്ലുവിളി വന്നിട്ട്, പോരാട്ടം വന്നിട്ട്, ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ട്, മുമ്പോട്ട് പോകാൻ പറ്റാത്ത പ്രതിബന്ധങ്ങളൊക്കെ വന്നിട്ട് ഈ പട്ടണത്തിനകത്ത് നിൽക്കുന്നത് മാനുഷിക ആഗ്രഹത്തിലല്ല നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ദൈവം എന്നോട് ഈ പട്ടണത്തിൽ നിൽക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. അതുപോലെ ഇന്ന് പകൽ പറയട്ടെ, ഇഷ്ടമുള്ള മലകളിലൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം കുരുക്കിയിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കാണണമെങ്കിൽ ദൈവം കാണിക്കുന്ന മലയിൽ നീ ഹോമയാഗം കഴിച്ചെങ്കിലേ അത് വെളിപ്പെട്ട് വരികയുള്ളൂ. അബ്രഹാമിന്റെ അകത്തൊരു വലിയ ഭാരമുണ്ടായിരുന്നു. അബ്രഹാം ആരോട് ഷെയർ ചെയ്തില്ല. ഇസഹാക്കിനെയും ബാല്യക്കാരുമായി യാത്ര തിരിക്കുക. അബ്രഹാമിന്റെ അകത്തുണ്ടായിരുന്ന ചിന്ത ഇതാ, ഈ കുഞ്ഞിനെ യാഗമായി തീർത്ത അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാ, എന്താ സംഭവിക്കുന്നത്? വിശ്വാസവും കാര്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെ അകത്ത് നീറി 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 നടക്കുക. അബ്രഹാം ദൈവം കാണിച്ച മലയെത്തി. ബാലിക്കാരോട് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാനും ബാലനും പോയി യാഗം കഴിച്ച് മടങ്ങി വരാമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. രണ്ടുപേരും കൂടെ പുറപ്പെടുമ്പോൾ നിങ്ങൾ നോക്കിയേ, അബ്രഹാം ഇസഹാക്ക് മാത്രമുള്ളപ്പോൾ ആത്മീയകാര്യം സംസാരിച്ച്, ബാലിക്കാരോട് സംസാരിച്ചാൽ ബാലിക്കാർ ശബ്ദം കേട്ടിട്ടില്ല. യാഗമാകേണ്ട യാഗവസ്തു ഇസഹാക്കാണ്. പക്ഷെ ബാലിക്കാർ കേട്ട് കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങൾ പറയും. ആത്മീയകാര്യം സംസാരിക്കേണ്ടവരോടെ സംസാരിക്കാവൂ. നാട്ടുകാരോടൊക്കെ സംസാരിച്ചാൽ റിസൾട്ട് വരികയില്ല. പല അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ പോകേണ്ടി വരും. ഒന്നുകൂടെ പറയാം, ആത്മീയ കാര്യങ്ങൾ ആത്മീയരോടെ സംസാരിക്കാവൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരോടും ആത്മീയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പിടികിട്ടത്തില്ല.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. ബാലിക്കാര് മാറിക്കഴിഞ്ഞപ്പോൾ വിറകൻ ചുമ്മിക്കൊണ്ട് ഇസഹാക്ക് അബ്രഹാമിനോട് അപ്പാ തീയുണ്ട്, വിറകുണ്ട്, യാഗവസ്തു എവിടെ, യാഗമൃഗം എവിടെ? അബ്രഹാമിന്റെ അകത്തെ തീ എന്തുവായിരുന്നു നിങ്ങൾക്കറിയാമോ? വേദനിച്ച് കുഞ്ഞിന്റെ കാര്യം എന്തായി തീരുമെന്ന് ഭാരപ്പെട്ട് നടന്ന അബ്രഹാമിനോട് ഇസഹാക്ക് തന്നെ ചോദിക്കുക, യാഗമൃഗം എവിടെ? ഒരു പ്രതിസന്ധി എത്ര വലുതാണെന്നറിയാമോ? ഒറ്റ വാക്ക് അബ്രഹാം പറയുന്നത്, യഹോവ കരുതിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. പിതാവേ മാതാവേ, നിന്റെ അകത്തെ ചോദ്യവും നിന്റെ തലമുറകളുടെ അകത്തെ ചോദ്യത്തിന് മറുപടി വന്നേ ഉള്ളൂ, യഹോവ കരുതിക്കൊള്ളും. ഇന്ന് പകൽ ഏതൊക്കെ ചോദ്യങ്ങൾ കാതിൽ മുഴങ്ങുന്നോ ദൈവത്തിന്റെ പൈതലേ, പ്രിയ മാതാവേ പിതാവേ, ഏതൊക്കെ ചോദ്യങ്ങൾ കാതിൽ മുഴങ്ങുന്നോ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, യഹോവ കരുതിക്കൊള്ളും. വിളിച്ചിറക്കിയ കർത്താവ് കരുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യാഗപീഠത്തിൽ ഇസഹാക്കിനെ കിടത്തി, യാഗപീഠമുണ്ടാക്കി വിറകടിക്ക് യാഗപീഠത്തിൽ ഇസഹാക്കിനെ കിടത്തി ഹോമയാഗം കഴിക്കാൻ കത്തിയെടുത്തു. സ്വന്തം ഓമനം സ്നേഹിക്കുന്ന മകനെ അറക്കുവാൻ കത്തിയെടുത്ത് അറക്കുവാൻ തുടങ്ങുമ്പോ ദൂതൻ വിളിച്ച്, അബ്രഹാമേ, അബ്രഹാമേ, വാലന്റെ മേൽ കൈവെക്കരുത്. ഈ ദൈവസനയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഉഴപ്പിപ്പോകരുത്. ഞാനാണെങ്കിൽ ചിന്തിക്കും, ഇങ്ങനെ വെച്ച് ദൈവം സംസാരിക്കുവോ? കൊച്ചിനെ കൊല്ലണോ? ഇല്ലേ. സ്നാനപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്നാനപ്പെടണം. ദൈവസനയിൽ എടുക്കുന്ന ഏത് തീരുമാനവും എടുക്കുന്നത് ദൈവത്തോടായതുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവശബ്ദം കേട്ട് ദൈവസനയിലെടുത്ത തീരുമാനം. അബ്രഹാം ആ തീരുമാനം സമ്മതിച്ചിട്ടല്ലേ പുറപ്പെടുന്നത്, നിർബന്ധിച്ചല്ല പോകുന്നത്. ദൈവം പറഞ്ഞത് കേട്ട് അബ്രഹാം പോകുക. അവനവിടെ കത്തി കൊണ്ട് കഴുത്തി വെച്ചിട്ട് ദൈവശബ്ദം കേൾക്കാൻ നിൽക്കത്തില്ലെന്ന് കർത്താവിന് മനസ്സിലായത് കൊണ്ട് അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് പറഞ്ഞത്. ആത്മമണ്ഡലം എടുക്കുന്ന തീരുമാനങ്ങൾ സൂക്ഷിച്ചെടുക്കണം. എടുത്താൽ മാറരുത്, അത് ഒലയരുത്. കാറ്റടിക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ വന്ന് പറയുമ്പോൾ ഒലഞ്ഞു പോകരുത്. വീട്ടുകാർ മുഴുവൻ വന്ന് പറയുമ്പോൾ കാറ്റടിച്ച് മാറരുത്. പാസ്റ്റ് പറഞ്ഞാൽ കാറ്റടിച്ച് മാറരുത്. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. തീരുമാനം എടുക്കുന്നത് ദൈവത്തിന്റെ അടുക്കലാ, ദൈവത്തിന്റെ അടുക്കലാ തീരുമാനം എടുത്തിരിക്കുന്നത് കൊണ്ട് ഉറച്ചു നിൽക്കണം, മാറരുത്. നാളെയാകട്ടെന്ന് പറയാം, നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലെന്ന്. നമ്മൾ ആരെങ്കിലും നാളെ ജീവിച്ചിരിക്കുന്ന ഗ്യാരണ്ടി പറയാനുണ്ടോ? ഇല്ല. അബ്രഹാമിന്റെ തീരുമാനം ഉറച്ചതാര്. ഈ ഉറച്ച തീരുമാനം എടുക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ശ്രദ്ധ പതിയും. കാലേബിന്റെ മേൽ ദൈവത്തിന്റെ ശ്രദ്ധ പതിഞ്ഞു. യോശുവയുടെ മേൽ ദൈവത്തിന്റെ ശ്രദ്ധ പറഞ്ഞു. കാലേബിനെ കുറിച്ച് പറയുന്ന അവൻ വ്യത്യസ്ത, ലക്ഷക്കണക്കിന് ആളുകളുണ്ടെങ്കിലും അവൻ വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ആ തീരുമാനം ഉറപ്പായിരിക്കണം. നാളെ 4 പേര് പറയുന്ന കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. ദൈവം മുമ്പാകെ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ ദൈവമോട് അണ്ടർലൈൻ ചെയ്യും. അവിടെ നിന്റെ ജീവിതം ആരംഭിക്കും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. അബ്രഹാം തല ഉയർത്തി നോക്കി. ആ പദമാണല്ലോ പറഞ്ഞ്. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ ആട്ടുകൊറ്റൻ കുരുക്കപ്പെട്ട് കിടക്കുന്നത് കണ്ടത്. നിങ്ങൾ നോക്കി. അബ്രഹാം ഇസ്ഹാക്കിന്റെ ഇടയ്ക്ക് പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും. അപ്പൻ പറഞ്ഞത് മോൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. അപ്പന്മാരും അമ്മമാരെ ശ്രദ്ധിക്കണേ. എന്തെങ്കിലും പറഞ്ഞിട്ട് അത് നടക്കുമെന്ന് ചിന്തിച്ച് നടക്കുമെന്ന് ചെയ്യരുത്. അത് നടക്കുമോ? അതെങ്ങനെയാ? യോ കരുതും. അതെങ്ങനെയാ? ഇങ്ങനെ നടക്കരുത്. അബ്രഹാം എന്ത് ഇസഹാക്കിനോട് പറഞ്ഞു, അത് ഇസഹാക്ക് സ്വന്തം കണ്ണുകൊണ്ട് ആ ദൈവപ്രവൃത്തി കണ്ടു. വിശ്വസിക്കുമോ? ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോയി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിന്റെ രക്തത്താൽ. മാതാവേ, പിതാവേ, നീ നിന്റെ തലമുറയോട് പറയുന്ന കാര്യം അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയണം.
യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ. അബ്രഹാം തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവൻ പറഞ്ഞ കാര്യം സ്വന്തം പുത്രൻ അവന്റെ കണ്ണുകൊണ്ട് തന്നെ അത് കണ്ടെങ്കിൽ ഇന്ന് പകൽ ഓർക്കുക, നമ്മുടെ പറയുന്ന വാക്കുകൾ, നമ്മൾ പറയുന്ന ദൂതുകൾ, നമ്മൾ നമ്മുടെ തലമുറകളോട് പറയുന്ന ആലോചനകൾ, അത് സ്വന്തം കണ്ണുകൊണ്ട് തലമുറകൾ കാണത്തക്ക തരത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർക്കായി സ്തോത്രം ചെയ്യുകയാ. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ അബ്രഹാം ചെന്ന് അതിന്റെ കുരുക്കടിച്ച് അതിനെ യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്ന അറിയാമോ? നമ്മുടെ തലമുറകൾ സംബന്ധിച്ച് ഭാവിതലങ്ങൾ അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്നിട്ടും അത് കുരുങ്ങിക്കിടക്കുന്ന കുരുക്കുകളെല്ലാം തലമുറകൾ സംബന്ധിച്ച്, ഭാവി സംബന്ധിച്ച് ആട്ടുകൊറ്റന്റെ കൊമ്പ് കുരുങ്ങിക്കിടക്കുന്ന പോലെ, കാട്ടുവള്ളി ചുറ്റി കുരുങ്ങിക്കിടക്കുന്ന പോലെ റിസൾട്ടുകൾ പ്രാപിക്കാൻ കഴിയാത്ത തരത്തിൽ ചലിക്കാതെ കിടക്കുന്ന സകലതും ഇന്ന് പകലതിന്റെ കെട്ടുകളും അഴിയാൻ, അതിന്റെ കെട്ടുകൾ അരിഞ്ഞ് തലമുറകൾ സംബന്ധിച്ച് ദൈവം കരുതിയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരാൻ മാതാവേ, പിതാവേ, ഇന്ന് പകലൊന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ രക്തത്താല്, യേശുവിന്റെ വചനത്താല് ഈ പകൽ ജയമെടുക്കുകയാ.